അതാണ് ഭൗതികമായ ദാരിദ്ര്യം. എല്ലാവരും ബുദ്ധിയുടെ ഒരു മിടുക്കിൻ്റെ ലോകത്തൂടെ പോവുക. സകലമാന മനുഷ്യരും മിടുക്കരാ, എല്ലാവരും A+. എന്ത് പൊന്നെ, നമ്മൾ റിസൾട്ടൊക്കെ നോക്കിയാൽ ഞെട്ടിപ്പോവും. എല്ലാ മക്കൾക്കും നല്ല മാർക്കാണ്. ചുമ്മാ കൊടുത്താന്നോ അറിയത്തില്ല, ഏതായാലും നല്ല മാർക്കാണ് എല്ലാവർക്കും. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ഫസ്റ്റ് ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഭവമായിരുന്നു. ഞാൻ പഠിച്ച സ്കൂളിൽ അന്നത്തെ ബാച്ച് മൊത്തം 7 പേർക്കായിരുന്നു ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. 100 പിള്ളേർ എഴുതിയതിൽ 7 പേർക്കാണ് ഫസ്റ്റ് ക്ലാസ്. അപ്പോൾ അത്ര പ്രഷ്യസ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. അങ്ങനെ അല്ല, എല്ലാവർക്കും സാമാന്യം മാർക്കൊക്കെ ഉണ്ട്. ആയിക്കോട്ടെ, നല്ല കാര്യം, നിങ്ങളെ ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷേ ഇതിനിടയ്ക്കൊക്കെ കുറേ മക്കളുണ്ട്, അവർക്ക് എന്താണ് ഒക്കുന്നില്ല. LD ആണ്, ലേണിംഗ് ഡിഫിക്കൽറ്റി. നിങ്ങൾക്ക് അതിനെപ്പറ്റി നമ്മളൊക്കെ പണ്ടെന്താണ്, പഠിക്കാൻ മിടുക്കരല്ലാത്ത മക്കളെയൊക്കെ വിളിക്കും മൊണ്ണയാണ്, പഠിക്കാൻ മൊണ്ണ. എല്ലാവരും ഉഴപ്പന്മാരുണ്ട്, അവരുടെ കാര്യമല്ല ഞാൻ പറയുക. പക്ഷേ ബേസിക്കലി ഉഴപ്പന്മാർ പിന്നെ പൊക്കോട്ടെ, അവർ ബുദ്ധി ഉണ്ടായിട്ട് പഠിക്കാത്തവരുണ്ട്, അവർ കണക്ക് പറഞ്ഞേ ഒക്കത്തുള്ളൂ. പക്ഷേ ബുദ്ധി ഉണ്ടായിട്ടും കഷ്ടപ്പെട്ടിട്ടും പഠിക്കാനൊക്കാത്ത LD ഒക്കെയുള്ള, ലേണിംഗ് ഡിഫിക്കൽറ്റി ഉള്ള, പല പല പ്രോബ്ലംസൊക്കെ ഉള്ള, ഓട്ടിസമൊക്കെ ഉള്ള മക്കളൊക്കെ ഉണ്ട്. മാനസികമായ ദാരിദ്ര്യമാണ്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഓർമ്മയില്ലേ, ഏറ്റവും മുമ്പിലത്തെ ബെഞ്ചിൽ ഇരിക്കുക ആരാ, ഏറ്റവും മിടുക്കരാ, അവരാരാകും? ഡോക്ടർമാരോ എഞ്ചിനീയർമാരൊക്കെ ആകും. പിന്നെ സെക്കൻഡ് ബെഞ്ചിലൊക്കെ ആരാകും? അവരാണ് കുറച്ചുകൂടെയൊക്കെ, അല്ലെങ്കിൽ ഒരു അധ്യാപകരോ ഒരു LD ക്ലാർക്കോ ആ ഒരു ലെവലിൽ, ഒരു ലെവലിലൊക്കെ വരും, ഇച്ചിലൂടെ താഴെ. ഇനി മൂന്നാമത്തെ ബെഞ്ചിൽ ഇരിക്കുന്നവരാരായിരിക്കും? അവരായിരിക്കും പഞ്ചായത്ത് മെമ്പർ ആകുന്നതും MLA ആകുന്നു, MP ആകുന്നതും ഒക്കെ. ഇനി ഏറ്റവും പുറകിലത്തെ ഒരു ബാച്ചിലുണ്ട്, ആരും തമാശയ്ക്കാണെന്ന് പറഞ്ഞു, അത് ഏറ്റവും മോശപ്പെട്ടവർ, അവരായിരിക്കും മിക്കവാറും ഉപദേശിയാകുന്നത്. അതും കുറച്ച് സത്യപ്രിയരെ. കാരണം ലോകത്ത് കർത്താവ് ഈ ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ഭോഷത്വമായതിനെ തിരഞ്ഞെടുത്തു എന്ന് അവിടുത്തെ വചനമുണ്ട്. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ഭോഷത്വമായതിനെ തിരഞ്ഞെടുത്തു. കുലവാന്മാരെ ലജ്ജിപ്പിപ്പാൻ കുലഹീനവും നികൃഷ്ടമായതിനെ തിരഞ്ഞെടുക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവം ഇന്ന് രാത്രി പറയുന്നു, പല കുഞ്ഞുങ്ങൾ ബൗദ്ധികമായി പ്രോബ്ലമുള്ളവരാ, ഇൻ്റലക്ച്വൽ പ്രോബ്ലംസ് ഉള്ളവരാ. ഒരിക്കൽ ഒരു വീട്ടിൽ പോകുമ്പോൾ ഒരു കുഞ്ഞ് പ്രാർത്ഥിക്കുക, സന്ധ്യാപ്രാർത്ഥനയാണ് അവരുടെ കുടുംബ പ്രാർത്ഥന. എന്നിട്ടും ആ പ്രാർത്ഥനയിൽ ആ കുഞ്ഞ് പ്രാർത്ഥിച്ച വാക്കുകൾ വല്ലാതെ മനസ്സിനെ മുറിച്ചു. സീരിയസ് ആയിട്ട് കുഞ്ഞ് പ്രാർത്ഥിക്കുക, കർത്താപ്പച്ച ഞാനിന്ന് സ്കൂളിൽ പോയി, ആ ടീച്ചർ ഏതാണ്ടൊക്കെ പഠിപ്പിച്ചു, എനിക്കൊന്നും മനസ്സിലായില്ല കർത്താവേ. യേശുപ്പച്ച, എനിക്ക് മനസ്സിലായില്ലെന്ന് ആ ടീച്ചർക്ക് മനസ്സിലായില്ല. യേശുപ്പച്ച, ആ ടീച്ചർ എന്നെ അടിച്ചു. യേശുപ്പച്ചന് അറിയാമല്ലോ, ടീച്ചർ എന്നെ അടിച്ച് ഞാനൊന്നും പറഞ്ഞിരുന്നേ ഉള്ളൂ, എനിക്ക് വല്ലാതെ നൊന്തു. അതുകൊണ്ടൊരു കാര്യം ചെയ്യണം, ഒന്നീ ടീച്ചറെ മാറ്റണം, അല്ലെങ്കിൽ എനിക്ക് ബുദ്ധി തരണം എന്നൊക്കെ ഈ കുഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കതൊരു ഫൂളിഷ്നെസ് ആയിട്ടൊക്കെ തോന്നും. പക്ഷേ കുഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആരോടാ? ഭൗതികമായ ദാരിദ്ര്യത്തെ മാറ്റിത്തരാൻ കഴിവുള്ള ഒരു ദൈവത്തോടാ. എന്താ ദൈവത്തിൻ്റെ പ്രത്യേകത? അവിടുന്ന് പിമ്പനെ മുമ്പനാക്കും. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ഭോഷത്വമായതിനെ തിരഞ്ഞെടുക്കും, കുലവാന്മാരെ ലജ്ജിപ്പിപ്പാൻ കുലഹീനമായതിനെ തിരഞ്ഞെടുക്കും. ഇന്ന് രാത്രി എനിക്ക് ഈ കർത്താവിനെ ഭയങ്കര ഇഷ്ടമാണ് പ്രിയരെ.